ജനപ്രിയ താരം ദിലീപേട്ടൻ്റെ ഏറ്റവും പുതിയ ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി. ആ പേരിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതൊരു ഫാമിലി എന്റർടൈൻമെന്റ് സിനിമയാണ്. ഒരു ആവറേജിലും കുറച്ച് മേലെ നിൽക്കുന്ന ഒരു നല്ലൊരു പടമായിട്ടാണ് എനിക്ക് പ്രിൻസ് ആൻഡ് ഫാമിലി പടം തോന്നിയത്. ഈ പടത്തിന്റെ സംവിധാനം വിൻഡോ സ്റ്റീഫനാണ്. ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്ന ഷാരിസ് മുഹമ്മദ്. ഷാരിസ് മുഹമ്മദിന്റെ തിരക്കഥ നമുക്കറിയാം, ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സെറ്റപ്പിലുള്ള തിരക്കഥകളാണ് പുള്ളിയുടെ ഇതിനു മുമ്പ് ചെയ്ത പടങ്ങളെല്ലാം നോക്കുമ്പോൾ. ഈ ഒരു സിനിമയും നമ്മുടെ സമൂഹത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ, അതൊരു കുടുംബത്തിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ അകത്ത് കുറച്ച് ഫണ്ണും കുറച്ച് ഇമോഷൻസ് സാധനം കൂടി കയറ്റി വെച്ചിരിക്കുന്നതാണ് ഈ സിനിമ. അപ്പൊ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രെയിലറിൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു കഥാപാത്രം പ്രിൻസ് എന്ന് പറഞ്ഞ കഥാപാത്രം കല്യാണപ്രായം കഴിഞ്ഞിരിക്കുന്നൊരു ആളായിട്ടാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കുടുംബത്തില് അദ്ദേഹത്തിന് 2 അനുജന്മാരുണ്ട്. അപ്പൊ അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവർക്ക് മക്കളുമായിരുന്നു. അപ്പൊ ഇവരുടെയൊക്കെ ബാധ്യത ഈ ചേട്ടന്റെ തലയിലാണ്. അപ്പൊ ഈ കുടുംബത്തിന്റെ ഈ ബാധ്യതയും അതോടൊപ്പം ഇദ്ദേഹത്തിന്റെ ചില പേഴ്സണൽ ആയിട്ടുള്ള ചില വാശികളും ഒക്കെ കൊണ്ട് ഇദ്ദേഹത്തിന്റെ കല്യാണം ഒന്നും ശരിയാകുന്നില്ല, മുടങ്ങി പോവാണ്. അങ്ങനെ പോകുന്നതാണ് ഇതിന്റെ ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്. അങ്ങനെ പോയി അതിൻ്റെ അകത്ത് കുറച്ച് തമാശകളുണ്ട്. ആ തമാശ ഭയങ്കര നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുന്നൊന്നുമല്ല. എന്നുവെച്ചാൽ ദിലീപേട്ടൻ്റെ പഴയ സിനിമകളിലെ അത്രയൊന്നും ഒരു കോമഡി ഇതിൻ്റെ അകത്ത് വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ എന്നാൽ നമുക്ക് ഒത്തിരി ബോറടിപ്പിക്കാതെ നമുക്കൊരു എൻജോയ് ചെയ്ത് കാണാവുന്ന അത്യാവശ്യം കോമഡിയൊക്കെ ഇതിൻ്റെ അകത്ത് വന്നിട്ടുമുണ്ട്. അങ്ങനെ അനുജന്മാരെല്ലാം കല്യാണം കഴിച്ച് സെറ്റിലാവുന്നു. അതായത് ഈ പ്രിൻസിന് കല്യാണമൊന്നും ശരിയാകുന്നില്ല. അപ്പം അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനും എല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ പുള്ളിയുടെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് നമ്മുടെ ജോണി ആൻ്റണി. ഇപ്പം ഈ ജോണി ആൻ്റണിയും നമ്മുടെ ദിലീപേട്ടനുമായിട്ടുള്ള ഒരു കെമിസ്ട്രി നന്നായിട്ട് ഈ പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പണ്ട് നമ്മൾ ദിലീപേട്ടനും ഹരിശ്രീ അശോകനും ഉള്ള ഒരു കെമിസ്ട്രി പോലെ. അങ്ങനെ ഫസ്റ്റ് ഹാഫിലേക്ക് ഇന്റർവെല്ലിലോട്ട് അടുത്ത് വരാൻ നേരത്തെ പെട്ടെന്ന് സിനിമയ്ക്കകത്തൊരു ട്വിസ്റ്റ് വരുവാണ്. ആ ട്വിസ്റ്റിന്റെ റിസൾട്ടാണ് പിന്നീട് സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഹാഫും ഫുള്ളി പെട്ടെന്ന് പടം അത്രയും നേരം ഒരു നോർമൽ കോമഡി വൈബിൽ പോകുന്ന ഒരു പടം സെക്കൻഡ് ഹാഫ് ആകുന്ന നേരത്ത് പെട്ടെന്നൊരു പുള്ളപ്പാണ്. പുള്ളപ്പ് എന്ന് പറഞ്ഞാൽ നല്ല ഗംഭീരമായിട്ടൊരു പുള്ളപ്പ് വന്ന് ഇച്ചുകൂടി ഒരു ക്രൗഡ് പുള്ളർ എന്റർടൈൻമെന്റിലേക്ക് പിന്നീട് അത് പടം പെട്ടെന്ന് അങ്ങ് ചേഞ്ച് ആവും. നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഈ സെക്കൻഡ് ഹാഫിൽ കൊണ്ടുവരുന്ന ഈ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് കോമഡിയും നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം അതിൻ്റെ അകത്ത് കുറച്ച് ഇമോഷണൽ സാധനം കൂടി, ഫാമിലി പടമാണല്ലോ, അപ്പോൾ കോമഡിയോടൊപ്പം തന്നെ അതിൻ്റെ അകത്ത് കുറച്ച് ഇമോഷൻസ് സാധനം കൂടി കയറ്റി വെച്ച് ക്ലൈമാക്സിലേക്ക് ചെന്ന് ഒരു ട്വിസ്റ്റോടുകൂടി ക്ലൈമാക്സ് തീരുന്നതാണ് സിനിമ മൊത്തത്തിലുള്ള ഈ പടത്തിന്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. എനിക്ക് ഈ സിനിമ കണ്ടപ്പം ആദ്യം മുതൽ അവസാനം വരെ എനിക്ക് ഫീൽ വന്നതെന്ന് പറഞ്ഞാൽ ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറഞ്ഞ ദിലീപേട്ടൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ, നല്ല പടമായിരുന്നു, നല്ലൊരു ഗംഭീരമായിട്ടൊരു സിനിമയാണ്. ആ സിനിമയുടെ കോപ്പിയടിയല്ല, ആ സിനിമയുടെ ഒരു എവിടെയൊക്കെയോ ഒരു നിഴല് പോലെ എനിക്ക് ഈ സിനിമ തോന്നി. പക്ഷെ ലൈഫ് ഓഫ് ജോസൂട്ടി സിനിമയുടെ ആ റേഞ്ച് ഒന്നും ഈ സിനിമയ്ക്ക് വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പൊ ആ സിനിമയുടെ റേഞ്ച് വന്നിട്ടില്ലേലും ഇത് തീർത്ത് മോശമാണെന്നല്ല, ഇത് അതിന്റെ അത്രയും വന്നില്ലല്ലോ, അതിന്റെ ഒരു താഴെയായിട്ടൊക്കെ നിൽക്കുന്ന ഒരു ഫീല്. ഗംഭീര സിനിമ എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ ഒരു ആവറേജ് പടം. നമുക്ക് ഫാമിലി ആയിട്ട് എന്റർടൈൻമെന്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ സിനിമയ്ക്കകത്തുണ്ടെന്ന് എന്ന് വെച്ചൊരു മസ്റ്റ് വാച്ച് സിനിമ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. സിനിമയുടെ സംവിധാനം ഷാരിസ് മുഹമ്മദിന്റെ തിരക്കഥ അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ വിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്തിട്ടുണ്ട്. പിന്നെ റെനാ ഡൈവിന്റെ സിനിമാറ്റോഗ്രഫി, സിനിമയുടെ ഈ തിരക്കഥ, ഈ സിനിമയുടെ ഒരു ഫീലിനനുസരിച്ചുള്ള ഒരു അത്യാവശ്യം ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. എഡിറ്റിങ് അത്യാവശ്യം നൈസായിരുന്നു. പിന്നെ ഇതിന്റെ മ്യൂസിക്കും ഈ സിനിമയുടെ ഒരു റേഞ്ച് ഉണ്ട്. അതായത് സെക്കൻഡ് ഹാഫ് ഒക്കെ ഭയങ്കര ഫൺ എന്റർടൈൻമെന്റിലേക്ക് പോകാൻ നേരത്ത് ആ ഒരു ഫീലിനോട് ഉതകുന്ന ഒരു പാട്ടാണ് സെക്കൻഡ് ഹാഫിൽ വരുന്നത്. എനിക്ക് ആ പാട്ട് രസമായിട്ടാണ് തോന്നിയത്. ആ സിനിമയുടെ മൂഡുമായിട്ട് നോക്കുമ്പോൾ എനിക്ക് ആ പാട്ട് രസമായിട്ടാണ് തോന്നുന്നത്. പക്ഷെ എന്ന് വെച്ച് നമുക്കൊരു ഒത്തിരി തവണ വീണ്ടും കേൾക്കാൻ പറ്റുന്ന സുഖകരമായിട്ടൊരു പാട്ടൊന്നുമല്ല. പക്ഷെ ആ പടത്തിന്റെ ആ ഒരു സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ആ ഒരു സമയത്ത് ആ പാട്ട് കേൾക്കാൻ ഒരു രസം ഉണ്ടായിരുന്നു. പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഇതിന്റെ കാസ്റ്റിംഗ് ആണ്. ദിലീപിനോടൊപ്പം തന്നെ സിദ്ദിഖ് ബിന്ദു പണിക്കറുടെ ആ ഒരു കോമ്പിനേഷൻ സീൻസ് എല്ലാം വളരെ നല്ലതായിരുന്നു. അതോടൊപ്പം തന്നെ ധ്യാൻ ശ്രീനിവാസന്റെ ആ ഒരു വേഷം നല്ലതായിരുന്നു. പിന്നെ നമ്മുടെ ജോണി ആന്റണിയും ദിലീപുമായിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ സീൻസ് എല്ലാം നല്ല കോമഡിയൊക്കെ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മഞ്ജു പിള്ളയുടെ വേഷം, മഞ്ജു പിള്ളയ്ക്ക് ഇതിൻ്റെ അകത്തൊരു ഗംഭീര ക്യാരക്ടറാണ്. അത് നല്ല വെടിപ്പായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്.
പിന്നെ ഈ സിനിമയ്ക്കകത്ത് ഉർവശി ചേച്ചി അഭിനയിച്ചിട്ടുണ്ട്. കുറച്ച് നേരേ ഉള്ളൂ, പക്ഷെ കുറച്ച് നേരം തകർത്തിട്ടാണ് പോയേക്കുന്നത്. അത്രയ്ക്കും ആ ക്യാരക്ടർ പക്കായിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്. പിന്നെ സിനിമയുടെ ഏറ്റവും എടുത്തു പറയേണ്ടത് എനിക്ക് തോന്നിയത്, ഈ ദിലീപ് എന്ന നടൻ ശരിക്കും ഒരു അസാമാന്യ നടനാണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നടനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ പടം എന്ന് പറഞ്ഞാൽ ഇതൊരു സിമ്പിള് പടമാണ്, ഭയങ്കര വലിയ സംഭവമുള്ള പടമൊന്നുമല്ല, ഇതൊരു ആവറേജ് പടമേ ഉള്ളൂ. പക്ഷെ ഈ ആവറേജ് ആയിട്ടുള്ള ഈ പടം നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് കാണാൻ നേരത്ത്, കണ്ടു തീർക്കാൻ നേരത്ത് നമുക്ക് പൈസ പോയി എന്ന് പറഞ്ഞ് നമുക്ക് കരഞ്ഞിറങ്ങാൻ തോന്നത്തില്ല. നമുക്ക് കുഴപ്പമില്ല, ഒരു ആവറേജ് ആയിട്ട് നമ്മൾ കണ്ടിരുന്നു, നമുക്ക് പൈസ പോയില്ല, നമുക്കൊന്ന് എന്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റി എന്ന് നമുക്ക് മനസ്സിലൊരു സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഇറങ്ങിപ്പോരുന്നത്. അതിന്റെ മെയിൻ കാരണം ഇതിലെ ഈ അഭിനേതാക്കളുടെ പ്രകടനം, എല്ലാവരുടെയും പ്രകടനം ഗംഭീരമായിട്ടുണ്ട്. പക്ഷെ ഈ ദിലീപ് എന്ന നടന്റെ അഭിനയം എടുത്തു പറയണ്ട. കാരണം ഇത്രയും ഒരു സിമ്പിൾ പടത്തിന്റെ അകത്ത് ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്യാരക്ടർ, അതിന്റെ ഇമോഷൻസ്, കോമഡി, ഇതെല്ലാം എത്ര ഭംഗിയായിട്ടാണ് പുള്ളി ചെയ്തു വെച്ചേക്കുന്നത്. ഇമോഷൻ സീൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അത് എടുത്തു പറയേണ്ട, ഞാൻ അത്ഭുതപ്പെട്ടു പോയെന്ന് പറഞ്ഞാൽ ദിലീപ് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു നടനാണ്. നമുക്കറിയാം ചാന്തുപൊട്ട്, കുഞ്ഞിക്കൂനം പോലുള്ള വേഷങ്ങളൊക്കെ ആരെ കൊണ്ടെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത്രയ്ക്കും അദ്ദേഹത്തിന്റെ കാലിബർ എന്താണെന്നുള്ളത് അദ്ദേഹത്തിന്റെ സിനിമയിലൂടെ തന്നെ അദ്ദേഹം തെളിയിച്ച് കഴിഞ്ഞു. ഈ സിനിമയ്ക്കകത്ത് ഇതിന്റെ ക്ലൈമാക്സിൽ ഒരു സീനുണ്ട്. ക്ലൈമാക്സിൽ കുറെ ആൾക്കാർ കൂടി നിൽക്കുന്ന സ്ഥലത്ത് പുള്ളി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഉള്ളൊരു ഡയലോഗ് പറയുന്നൊരു സീനാണ്. ആ സീൻ ശരിക്കും ദിലീപ് ജീവിക്കുമായിരുന്നു. എത്ര സിമ്പിളായിട്ടാണ് ആ മനുഷ്യൻ ആ സീൻ ചെയ്തിരിക്കുന്നത്. ആ കരച്ചിൽ എന്നൊക്കെ പറഞ്ഞാൽ അത് പക്കായാണ്. അതിൻ്റെ അകത്തൊരു തരി പോലും ഒരു ഇടർച്ച വന്നിട്ടില്ല. അത്രയും ക്ലീൻ ആയിട്ടാണ് അയാൾ വേഷം ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ തുടക്കം മുതൽ അതെ. അതുപോലെ തന്നെ ചെറിയൊരു സീനുണ്ട്. ഒരു CCTV മുന്നിൽ ചെന്ന് സിദ്ദിഖും ദിലീപും അപ്പനും മോനുമാണ്. സിദ്ദിഖിന്റെ ക്യാരക്ടർ CCTV മുമ്പിൽ നിന്നൊരു കോമഡി കാണിക്കുന്നുണ്ട്. അതിന്റെ തുടർച്ചയായിട്ട് ദിലീപ് ഒരു സാധനം ചെയ്യുന്നുണ്ട്. അതായത് CCTVയില് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയോ റെക്കോർഡിംഗ് ഇല്ലല്ലോ, അപ്പം അതിന് പകരമായിട്ട് പുള്ളി ആക്ഷനിൽ ഒരു സാധനം ചെയ്തിട്ട് ഇങ്ങ് പോരുന്നുണ്ട്. ഈ സിനിമയുടെ തുടക്കത്തിൽ അതൊരു കോമഡി സീനാണ്. അപ്പൊ ആ ഒരു സീന് സത്യം പറഞ്ഞാൽ അതൊരു ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തില് അത് ഒരു പഴഞ്ചൻ കോമഡിയാണ്. പക്ഷെ ആ ഒരു സീന് ദിലീപ് ആ സീൻ ചെയ്തപ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണ്. അത് പുള്ളി ആ ഒരു ആക്ഷൻ ചെയ്യുന്ന സംഭവമുണ്ട്, അത് തിയേറ്ററിൽ ചിരി വരും. അതാണ് ആ നടന്റെ വിജയം എന്ന് പറയുന്നത്. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്.